വർഷം മുൻപ് വരെ ഇതുപോലെ മനോഹരമായിരുന്നു പൊഴിയൂരിന്റെ തീരം. തിരുവനന്തപുരത്തെത്തിയിരുന്ന വിദേശികളെ പോലും ആകർഷിച്ചിരുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇന്ന് സ്ഥിതി അങ്ങനെയല്ല. തീരമാകെ കടലെടുത്തു, വീടുകളും നഷ്ടമായി, മത്സ്യബന്ധന യാനങ്ങളും ഉപകരണങ്ങളും സൂക്ഷിക്കാൻ സ്ഥലമില്ലാതെയായി. ധാരാളം ഭവനങ്ങളും അതിനുശേഷം ഒരു തീരപ്രദേശത്തുള്ള ഒരു റോഡും അതിനുശേഷം 300 മീറ്ററോളം തീരമുണ്ടായിരുന്ന ഒരിടമാണ്. ഇപ്പോൾ നാം കാണുന്ന ഈ തീരം പോലും നഷ്ടമാകുന്ന അവസ്ഥയാണ്. നമുക്ക് കാണുവാൻ സാധിക്കും, ഈ ഭവനങ്ങളൊക്കെ നശിച്ചുപോയി. അടുത്ത വർഷം നാം ഈ കാണുന്ന ഭവനങ്ങൾ പോലും ഉണ്ടാവുകയില്ല. അടുത്ത വർഷമെന്ന് പറഞ്ഞാൽ ഒരു 2-3 മാസങ്ങൾ കഴിയുമ്പോഴേക്കും കടൽ കയറുകയും ഈ ഭവനങ്ങൾ നഷ്ടമായി തുടങ്ങുകയും ചെയ്യും. പരുത്തിയൂരിൽ മത്സ്യബന്ധനത്തിന് പോകാൻ സൗകര്യമില്ലാതെ വന്നതോടെ ഒട്ടേറെ മത്സ്യത്തൊഴിലാളികളും തീരം വിട്ട മറ്റിടങ്ങളിലേക്ക് മാറി. കൊച്ചു പ്രായത്തിലെ ഇവിടെ കളിച്ച് വളർന്നതാണ്. ഈ ശരിക്കും ഞാൻ താമസിച്ച് വളർന്ന ഏരിയയാണ് ഇത്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം 300 മീറ്റർ അപ്പുറത്ത് ദൂരം കടൽ അപ്പുറത്തായിരുന്നു. പിന്നെ തര കയറി ഓരോ വർഷവും ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ചിട്ട് കാലാവസ്ഥ മാറി വരുന്ന കാരണത്താൽ തീരം കവർന്നെടുത്തുകൊണ്ടിരിക്കുക. മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ ഇതിനെ തിരിഞ്ഞു നോക്കുന്നില്ല. ഏതാണ്ട് 500-ലധികം വീടുകൾ ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം നീരോടി ഭാഗം, നീരോടി എന്ന് പറഞ്ഞാൽ തമിഴ്നാട് അതിർത്തിയാണ്. അവിടെ പുലിമുട്ട്, തമിഴ്നാട് ഗവൺമെൻറ് പുലിമുട്ടിട്ടത് കാരണം ഇവിടെയുള്ള തീരദേശത്തുള്ള കംപ്ലീറ്റ് 500-ലധികം വീടുകളും തീരദേശ റോഡും നഷ്ടപ്പെട്ടു. പരാതികൾ കൊടുത്തും പ്രതിഷേധങ്ങൾ നടത്തിയും ഇവിടുത്തെ ജനത അലയുകയാണ്. തങ്ങൾ ജനിച്ചു വളർന്ന തീരം സംരക്ഷിക്കാനായി. രതീഷ് വെൺപകലിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.